വിശദമായി നോക്കാം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നും തെരുവിലിറങ്ങി പ്രവർത്തകർ. വി ഡി സതീശൻ അനുകൂലികൾ മലപ്പുറത്ത് പ്രകടനം നടത്തി. മതേതര കേരളം വി ഡി സതീശനൊപ്പം എന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രകടനം. മലപ്പുറം ടൗണിലാണ് പ്രകടനം നടന്നത്. തിരുവനന്തപുരത്തും പ്രകടനം തുടരുന്നു. മുഖ്യമന്ത്രി തർക്കം അനിശ്ചിതമായി നീളുന്നതിനിടെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഇന്ന് ഡൽഹിയിലെത്തും. ഇരു നേതാക്കളോടും ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. വലിയ മാർച്ചാണ് നടക്കുന്നത്. പട നയിച്ചവൻ കേരളം നയിക്കട്ടെ എന്നുള്ള ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളും ഉൾപ്പെടെ വി ഡി സതീശൻ അനുകൂലികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ആണ് തെരുവിലിറങ്ങിക്കൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. എം എൽ എമാരുടെ ഭൂരിപക്ഷം വി ഡി സതീശന് ഇല്ല, കുറവാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പക്ഷേ തെരുവിലിറങ്ങി വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം. 2021 കിടന്ന UDF-നെ 2026 നയിച്ചത് വി ഡി സതീശനാണ്. അതുകൊണ്ട് സതീശനാണ് മുഖ്യമന്ത്രിയാവേണ്ടതെന്നാണ് സതീശൻ അനുകൂലികളുടെ വാദം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ഇത് തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സതീശന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ തെരുവിലിറങ്ങി ഇപ്പോൾ പ്രതിഷേധം തുടരുന്നു. പക്ഷേ ഹൈക്കമാൻഡിന്റെ തീരുമാനം അന്തിമമായിരിക്കും. എന്തായാലും വി ഡി സതീശൻ അനുകൂലികൾ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിനിടയിൽ ഒരു പെട്രോൾ ഒഴിച്ചുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ ആയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ടും ചില പ്രവർത്തകരുണ്ട്. ഇങ്ങനെ നിൽക്കുകയാണല്ലോ സാഹചര്യം. പക്ഷേ എം എൽ എമാരുടെ അനുകൂല സാഹചര്യം വി ഡിക്കില്ല. എന്തായാലും എം എൽ എമാരുടെ ഹിതപരിശോധനയിൽ കെ സി വേണുഗോപാലിന് അനുകൂലമായി ഭൂരിപക്ഷം എം എൽ എമാരും നിലപാടെടുക്കുകയും ഘടകകക്ഷികൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അനുകൂലമായി ഭൂരിപക്ഷം ഘടകകക്ഷി നേതാക്കളും ഹൈക്കമാൻഡ് പ്രതികളെ നിലപാട് അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് സംസ്ഥാന കോൺഗ്രസിൽ സമാനതകളില്ലാത്ത നാടകീയമായ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായ നിർദ്ദേശം KPCC നേതൃത്വത്തിന് നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ചിട്ടവട്ടങ്ങൾക്ക് വിരുദ്ധമായുള്ള ഒരു നടപടികളും ഒരു പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന്. പക്ഷേ ഈ നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്തുകൊണ്ട് വി ഡി പക്ഷം പരാതിയുമായി ഹൈക്കമാൻഡിനെ തന്നെ സമീപിച്ചതിന് പിന്നാലെയാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് വലിയൊരു പ്രതിഷേധ മാർച്ച് തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ മുൻനിരയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിന് പിന്നിലേക്ക് വിവിധ മണ്ഡലങ്ങളിൽ, അതായത് തീരദേശ മേഖലകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള വി ഡി സതീശനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം പാർട്ടി പ്രവർത്തകരുടെ, സതീശൻ അനുകൂലികളുടെ, സതീശൻ അനുഭാവികളുടെ നിരയുണ്ട്. അവർ പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന് പറയുന്ന പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് വി ഡി സതീശനെ അനുകൂലിക്കുന്ന ഈ വലിയൊരു വിഭാഗം സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് വി ഡി സതീശന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം അവർ കന്റോൺമെന്റ് ഗേറ്റിന് മുമ്പിലേക്ക് എത്തും. വളരെ വൈകാരികമായ പ്രതികരണങ്ങൾ പലരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ എന്ന ചോദ്യം ആകാംക്ഷയിൽ നിൽക്കുന്നതിനിടയിൽ അതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾക്കായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വൈകിട്ട് ഡൽഹിയിലേക്ക് തിരിക്കാനിരിക്കെയാണ് ഈ നാടകീയമായ നീക്കങ്ങൾ തലസ്ഥാനത്ത് അരങ്ങേറുന്നത്. അങ്ങനെയെങ്കിൽ ഹൈക്കമാൻഡ് ഇതിനെ എങ്ങനെ നോക്കിക്കാണും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങില്ലെന്ന നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി ഒരു പ്രതിഷേധങ്ങളും നടത്തുന്നത് കൊണ്ട് ഗുണമുണ്ടാകില്ല എന്ന കൃത്യമായ സന്ദേശം ഹൈക്കമാൻഡ് നേരത്തെ നൽകിയതാണ്. ഡൽഹിയിലേക്ക് ഒരുമിച്ചാണ് പോകുന്നത്. ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ കൃത്യമായി വ്യക്തത വരേണ്ടതുണ്ട്. 3 ഫ്ലൈറ്റുകളിലാണ് 3 നേതാക്കന്മാരും പോകുന്നത് എന്ന 7:10 രമേശ് ചെന്നിത്തലയും 7:30 KPCC അധ്യക്ഷനും 8 പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഡൽഹിക്ക് സൂചനകൾ. അതിനിടെയാണ് ഈ വി ഡി സതീശൻ പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ള ഫ്ലെക്സ് ബോർഡുകൾ, പ്ലക്കാർഡുകളുമായിട്ടാണ് പാളയത്ത് തിരുവനന്തപുരത്തുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വി ഡി അനുകൂലികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. വി ഡി സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. മതേതര കേരളം വി ഡി സതീശനൊപ്പം എന്ന് മലപ്പുറത്തും ഫ്ലെക്സ് കാർഡുകൾ നിറങ്ങുന്നുണ്ട്. അങ്ങനെ കേരളം ഒട്ടാകെ വി ഡി സതീശന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നിൽക്കുന്നത്. അതിനിടയിൽ KCയുടെ ഫ്ലെക്സുകൾ കരിയോയിൽ ഒഴിച്ചുകൊണ്ടും
ഇവർ പ്രതിഷേധം നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും തെരുവിലിറങ്ങുകയാണ് VD അനുകൂലികൾ. സെക്രട്ടേറിയറ്റിലേക്ക് പ്രകടനം നടത്താൻ പോവുകയാണ്. കുറച്ച് നിമിഷത്തിനുള്ളിൽ കന്റോൺമെന്റ് ഗേറ്റിന് മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അക്രമകരമായ രീതിയിലേക്ക് ഈ പ്രതിഷേധം മാറുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ മുദ്രാവാക്യം വിളിയുമായിട്ട് ഞാൻ തുടരാം. വലിയ തരത്തിലുള്ള ഈ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുന്നതിനിടയിലാണ് അതിനെതിരെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ തെരുവിലിറങ്ങി കോൺഗ്രസ് പ്രവർത്തകർ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും വേണ്ടി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന വിഭാഗമാണ് പടനയിച്ചവൻ നാട് എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടത്തിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തുന്നത് DCC ഭാരവാഹികളും നഗരസഭാ കൗൺസിലർമാരും ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ട്. അതാണ് എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെയെങ്കിൽ ഈ നാടകീയമായ നീക്കങ്ങളിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഏത് തരത്തിലാകും എന്നതാണ് സുപ്രധാനമായ കാര്യം. എന്തായാലും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിഷേധം, ഇത്തരത്തിലൊരു നീക്കം, പരസ്യമായി തെരുവിലിറങ്ങിയ ഒരു നീക്കം എന്നതിൽ നേതാക്കൾ തന്നെയാണ് വ്യക്തത വരുത്തേണ്ടത്. ഒരുപക്ഷെ ഈ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിൽ അവസാനിക്കുമ്പോൾ അവിടെ വെച്ച് അവർ മാധ്യമങ്ങളോട് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിയേക്കുമെന്നാണ് വിവരം. കേട്ടില്ല അല്ല ഒന്നി കിടക്കണോ കൈ കോട്ട് പിടിക്കാൻ അധികാരത്തിൻ മോഹം മൂത്ത് ജനാധിപത്യം ഇല്ലാതാക്കാൻ തൂക്കി ഞങ്ങൾ എറിയും കേട്ടോ.